മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച വേങ്ങൂരിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അത് നമുക്കറിയാം, കൃത്യമായും അധികൃതരുടെ അനാസ്ഥയിൽ മാത്രം സംഭവിച്ച ഒരു വീഴ്ചയാണ്. വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ കുറ്റക്കാർക്കെതിരെ മജിസ്ട്രേറ്റ് തല അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ പറയുന്നു. ചികിത്സയിലുള്ള ആളുകൾക്ക് ധനസഹായത്തിനുള്ള ശുപാർശ സംസ്ഥാന സർക്കാരിന് കൈമാറിയെന്നും NSK ഉമേഷ് പറഞ്ഞു. വേങ്ങൂരിൽ രോഗബാധിതരുടെ എണ്ണം 200 കടന്നിരിക്കുകയാണ്. അഖില നന്ദകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത രോഗം അസാധാരണമായി വ്യാപിച്ച സംഭവത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരിക? വേങ്ങൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ആസ് ഓഫ് നൗ 208 ആക്റ്റീവ് കേസസ് ആണുള്ളത്. എല്ലാ പഞ്ചായത്തുകളും ഇല്ലാതെ വേങ്ങൂർ ഒരു പഞ്ചായത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് വന്നാൽ ദർ മസ്റ്റ് ബി സം അൺനാച്ചുറൽ റീസൺ. അവിടുത്തെ വാട്ടർ സോഴ്സ്, അവിടെ പോണ്ടുണ്ട്, അവിടെ വെൽ കിണറുണ്ട്, അവിടെ എവിടെയെങ്കിലും പ്രശ്നം ആയിട്ടുണ്ടോ, എന്താണ് പ്രശ്നം, വാട്ടർ അതോറിറ്റിയുടെ സോഴ്സ് ഉണ്ട്. സോ അവിടെ എല്ലാം ക്ലോറിനേഷൻ പ്രോപ്പറായിട്ട് നടന്നോ, എന്താണ് സംഭവിച്ചതെന്ന് ഒരു ക്ലിയർ എൻക്വയറി വിത്ത് സപ്പോർട്ട് ഓഫ് എക്സ്പെർട്സ് ചെയ്ത് 2 വീക്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉത്തരവിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ ഒരു വീഴ്ചയാണ് പ്രാഥമികമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ നടപടിയാണ് അവിടെ ആവശ്യം ശക്തമാകുന്നത്. എങ്ങനെയാണ് വാട്ടർ അതോറിറ്റി, സർക്കാർ തന്നെ അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച വെള്ളത്തിൽ നിന്നാണ് അവർക്ക് രോഗം കിട്ടിയിരിക്കുന്നത്? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ശരി, അവിടെ പ്രാഥമികമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. ബിക്കോസ് അതാണ് ഒരു സോഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളത്. പക്ഷേ അത് തെളിവുകളോട് ക്ലിയർ ആയിട്ട് നമുക്ക് സ്ഥാപിക്കണം. അതിനുവേണ്ടിയാണ് എൻക്വയറി വെച്ചത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു രോഗിക്ക് തന്നെ 8-10 ലക്ഷം രൂപയ്ക്കാണ് ചിലവ് വരുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് സർക്കാർ പിന്തുണ കളക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് തീരുമാനം? മരിച്ച ആളുടെ കേസും സീരിയസ് ആയിട്ടുള്ളവരുടെ കേസും അവരുടെ ഹോസ്പിറ്റൽ കേസും അവരുടെ സാമ്പത്തിക ശേഷി എല്ലാം നമ്മൾ ഓൾറെഡി റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇമീഡിയറ്റ്ലി നമുക്ക് കൊടുക്കാൻ പറ്റും, അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ടത്തിൽ ഇടപെടുന്നതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടീസിൽ വേറെ ഒന്നും വീഴ്ച, അതിലൊരു ഡിലേ സംഭവിച്ചിട്ടില്ല. എനിക്ക് ഇത് സംഭവിച്ച സെക്കൻഡ് ഡേ മുതൽ ഞാൻ മോണിറ്റർ ചെയ്യുന്നു. 4th ഡേ തന്നെ മീറ്റിംഗ് എടുത്തു, സൈറ്റ് വിസിറ്റ് ചെയ്തു. സോ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായതിൽ തോന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ കുറവ്, അത്തരം പ്രശ്നങ്ങളൊക്കെ ഇതിനെ ബാധിച്ചിട്ടില്ല? അതൊക്കെ അന്വേഷണ പരിധിയിൽ വരും. വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുക ആ രീതിയിൽ? വകുപ്പ് തല അന്വേഷണത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആസ് എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഞാൻ എൻക്വയറിയുടെ പരിധിയിൽ ഏത് കാരണവും നമുക്ക് കണ്ടെത്തി അതിന് ആവശ്യമായ നടപടി എടുക്കാൻ പറ്റും.